ഹായ്. ഇന്നേ നമുക്ക് എനിക്കൊരു ചെറിയ മീൻകുളമുണ്ട്. നമുക്ക് അവരെക്കുറിച്ചുള്ളത് ശകലം കാര്യങ്ങൾ പറയാം. കുറച്ച് കൂടുതൽ മീനുണ്ടായിരുന്നു. പിന്നെ അത് ഇപ്പോൾ ഇവരെ മുകളിൽ നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നമുക്കൊരു തീറ്റ ഇട്ട് കൊടുക്കാവേ. കണ്ട ഇപ്പോൾ അതുകൊണ്ട് എൻ്റെ മീൻകുട്ടികളാണിത്. ഇത് ശരിക്കും ഇതാണ് റെഡ് സിലോപ്പിയ ഐറ്റത്തിൽപ്പെട്ട മീനാണ് ഈ കിടക്കുന്നത്. ബ്ലാക്കും ഉണ്ട്, റെഡ് സിലോപ്പിയ ഉണ്ട്, വൈറ്റ് സിലോപ്പിയ ഉണ്ട്. ഇതിനകത്ത് കുറച്ച് കുഞ്ഞുങ്ങൾ ഇതിനകത്ത് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് പല സൈസിലുള്ള കുഞ്ഞുങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുറച്ച് ചേഞ്ചാക്കിയൊക്കെ കൊടുക്കും. നമ്മൾ വെള്ളം മാറുമ്പോൾ ഈ പൊടിക്കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടാനിടയുണ്ട്. അതുകൊണ്ട് മുഴുവൻ വെള്ളം മാറത്തില്ല. കുറച്ച് വെള്ളം മാറിയിട്ട് നമ്മൾ അതിൻ്റെ കൂട്ടത്തിലേക്ക് പിന്നെ വേറെ വെള്ളം, പുതിയ വെള്ളം ഇട്ട് കൊടുക്കും. ഇത് പൊടിക്കുഞ്ഞുങ്ങൾ കുറേ ഉണ്ട്. ഇതുണ്ടാവും, ഒരു 3-4 ഐറ്റം കുഞ്ഞുങ്ങൾ ഇതിനകത്ത് നടപ്പുണ്ട്. അവരിങ്ങനെ പക്ഷേ വളർച്ചയിൽ നമ്മൾ പുതിയ മീനിനെ വാങ്ങിച്ചിടുന്ന അത്ര വളർച്ച ചിലപ്പം കിട്ടുന്നത്. ഇതിനകത്ത് കിടന്ന് വളരുന്നതായതുകൊണ്ട് ചിലപ്പം ഈ വലിയ കുളത്തിൻ്റെ ആ ഒരു സൈസിനനുസരിച്ച് ഇപ്പോൾ അവരുടെ വളർച്ച ചിലപ്പോൾ കുറച്ച് മറ്റേ നമ്മൾ അന്നേരം മേടിച്ചിടുന്ന കുഞ്ഞുങ്ങളുടെ അത്രയും വളർച്ച ഈ വിരിഞ്ഞിറങ്ങുന്നതിനൊക്കെ ഉണ്ടാകത്തില്ല. എന്നാലും അത്യാവശ്യം നല്ല വളർച്ചയിൽ തന്നെ വലുതായിട്ട് തന്നെ നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാണ് കേട്ടോ. നമുക്ക് ഇവിടെ തന്നെ വളർത്തുന്നതായതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കഴിക്കുകയും ചെയ്യാമല്ലോ, വിഷമൊന്നും ഇല്ലാതെ. നമുക്ക് അത്യാവശ്യം നമ്മുടെ ആവശ്യത്തിനുള്ള മീനിനെ വളർത്തിയെടുക്കാൻ പറ്റും. ഇങ്ങനെ വിഷമൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന എല്ലാം വിഷമുള്ള മീനുകളല്ലേ. ഇതിപ്പോൾ അത്യാവശ്യം നമുക്ക് വിഷമൊന്നും ഇല്ലാതെ നല്ല മീനുകളെ കുറച്ച് എടുക്കാൻ പറ്റും. അങ്ങനെ എൻ്റെ ഒരു നേരം പോക്കിന് ചെയ്തു വെച്ചതാണ് കേട്ടോ. ഇത് ഞാനിത് അവർക്ക് കൊടുക്കുന്ന തീറ്റയാണേ. അവർക്ക് ഇങ്ങനെ തീറ്റ ഇട്ട് കൊടുക്കും. അത്യാവശ്യം നന്നായിട്ട് എല്ലാ ദിവസമൊന്നും ചിലപ്പം കൊടുക്കുകയില്ല. ചിലപ്പം കൂടുതലും ഒരു 2-3 ദിവസത്തേക്കൊക്കെ ചിലപ്പം കൊടുത്ത് വെച്ചങ്ങ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നിന്നോളും. അതുകൊണ്ട് ഒത്തിരി പൊടി കുഞ്ഞുങ്ങൾ ഇറങ്ങിയിരിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ പല സൈസ് കുഞ്ഞുങ്ങൾ ഉണ്ടോ, കുഞ്ഞുങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്, പല ഐറ്റം ഉണ്ട് കുഞ്ഞുങ്ങൾ. പിന്നെ എനിക്കൊരു ശകലം കിളികളുണ്ട് കേട്ടോ, ലവ് ബേഡ്സ്. ഒരു 17 എണ്ണം ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് ഒരിടയ്ക്ക് എനിക്ക് കുറച്ച് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ആ സമയത്ത് അതുങ്ങൾ ഒത്തിരി എണ്ണങ്ങൾ ചത്തുപോയി. ഇപ്പം ശേഷിച്ചേക്കുന്നത് 3 പേരേ ഉള്ളൂ. അവരെ ഇപ്പം കിടക്കുന്നുണ്ട്. ഇനിയിപ്പം അതുങ്ങൾ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് വരണം. 17 പേരെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രസമായിരുന്നു, ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതേ 3 എണ്ണം ആയിപ്പോയി. ബാക്കിയെല്ലാം ചത്ത് അങ്ങനെ കുടത്തിനകത്തൂടെയൊക്കെ ചത്തിരുന്നു. എനിക്ക് കുറച്ച് ശ്രദ്ധിക്കാൻ പറ്റാത്ത സമയം വന്നപ്പോൾ അതുങ്ങളെ എണ്ണം പോയി. ഇനിയിപ്പം ഇവർ മുട്ടയിട്ട് വിരിഞ്ഞ് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളാകും. അതാണ് എൻ്റെ ലവ് ബേഡ്സ്. 3 പേരേ ഉള്ളൂ. പിന്നെ ഇവർക്ക് ഇപ്പോൾ വലിയ പ്രത്യേകിച്ച് വലിയ ഇതെന്താ, നമ്മൾ കെയറിങ് വെച്ചിട്ടുണ്ട്. നല്ല വെള്ളം, ശുദ്ധജലം കുടിക്കാൻ കൊടുക്കുക. പിന്നെ തെനയാണ് അവർക്ക് തീറ്റ കൊടുക്കുന്നത്. അവർക്ക് ഈ തീറ്റയല്ലാതെ, ഈ തിനയല്ലാതെ ഈ ലവ് ബേഡ്സിനും മറ്റു തീറ്റകളൊന്നും അവർ കഴിക്കത്തില്ല. ചിലപ്പം നമ്മളിങ്ങനെ കൂട് തുറക്കുമ്പോൾ പറന്നൊക്കെ പോകും. പറന്ന് പോകുന്നതുങ്ങൾ ആ വഴി പോകത്തുള്ളൂ, ഇനി ചത്തുപോകും. അതുങ്ങൾക്ക് അവർ വേറെ തീറ്റ ഒന്നും തിന്നത്തില്ലാത്തതുകൊണ്ട് ആ തിന്ന തീറ്റയുടെ ആ ഒരു എനർജി തരുമ്പോൾ അതുങ്ങൾ ചത്തുപോകും. ഈ തിനയല്ലാതെ ഒരു സാധനം അവർ കഴിക്കുന്നില്ല. പിന്നെ നമുക്ക് ഈ പുതിനയുടെ ഇല, പനിക്കൂർക്ക ഇല, പിന്നെ തുളസി ഇല, ഇതൊക്കെ അവർക്ക് കുറിക്കാനിട്ട് കൊടുക്കാം. അതെല്ലാം അവർ. പക്ഷേ ഈ തുളസിയില കൊടുത്തു കഴിയുമ്പോൾ ഇത് ഒരു ലഹരിയാണെന്നാണ് പറയുന്നത്. മനുഷ്യർ മദ്യം ഉപയോഗിക്കുന്ന പോലെ തന്നെ ഈ തുളസിയില കഴിച്ചു കഴിയുമ്പോൾ ഈ ലവ് ബേഡ്സ് ലഹരിയാണ് പിടിക്കുന്നത്. അപ്പോൾ അവർ തമ്മിൽ കൊത്തി ഭയങ്കരമായിട്ട് പരിക്കേറ്റു. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ പനിക്കൂർക്കയിലൊക്കെ വേണം കൊടുക്കാം. ചില ഐറ്റത്തിന് പനിക്കൂർക്കയില വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. Okay, thank you.